ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഒരുപാട് പേര് അതിലേക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് പൈസ ആയിട്ടും ഫുഡ് ഐറ്റംസ് ആയിട്ടും ഡ്രസ്സായിട്ടും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. സിനിമ സീരിയൽ ആക്ടേഴ്സ്, അതുപോലെ തന്നെ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേപോലെ ഒരു കുഞ്ഞ് ഹെൽപ്പാണ് കേട്ടോ ഒരു മോൻ ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് അഹ്സാൻ തന്റെ കുടുക്കയിലെ സമ്പാദ്യമായിരുന്ന 1344 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത്. അഹ്സാനെ, എങ്ങനെയാണ് ഈ പൈസ കൊടുക്കണം തോന്നിയത്? ഫോണിൽ കണ്ടപ്പോ. ഫോണിൽ എന്താ കണ്ടേ? കൊറേ കുട്ടികൾ കൊടുക്കുന്നത് കണ്ടപ്പോ കണ്ട്. അപ്പം ഈ പൈസ എന്തിനമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നേ? അത് ഇപ്പച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങാന്, ഷർട്ടും പേഴ്സും ബെൽറ്റും. പൈസ ഇതുപോലെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ഉപ്പച്ചി എന്താ പറഞ്ഞത്? കൊടുത്തോന്ന്. ഉപ്പച്ചിക്ക് സന്തോഷമായി പൈസ കൊടുത്തപ്പോ? അവന് പറയൂ, നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടായാലും അമ്മച്ചി നമുക്കും കൊടുക്കുകയല്ലേ. പിന്നെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കൊടുക്കണ കണ്ടപ്പോൾ കുറച്ചുപേരെങ്കിലും കയ്യിൽ പൈസ കുറവാണ്, ഈ ഒരു പൈസയൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് ബാക്കിലേക്ക് നിന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിന്ന ആൾക്കാരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഒരു കുഞ്ഞു പയ്യൻ അവൻ ഇതുവരെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൈസ മൊത്തമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അതായത് പൈസപ്പെട്ടിയിലൊക്കെ പൈസ ഇട്ട് ആ ഒരു പൈസ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എടുത്ത് വെക്കുന്നുണ്ടായിരിക്കും. വേറൊരാൾ വന്ന് നമ്മളോട് ആ ഒരു പൈസ ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിതൊരു ആവശ്യത്തിന് വേണ്ടി സേവ് ചെയ്യുന്ന പൈസയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ ആ ഒരു മോൻ അവൻ്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച പൈസയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് അവൻ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ആ പേരൻസ് അത്രയും നന്നായിട്ട് ആ ഒരു മോനെ വളർത്തിയത് കൊണ്ടാണ് ആ ഒരു മോന് ഈ ഒരു കാര്യം ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അതുമാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് വെറും 10 രൂപയാണല്ലേ. പക്ഷെ അത് 100 പേര് കൊടുത്തു കഴിഞ്ഞാലോ അതൊരു പൈസ തന്നെയല്ലേ. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത മോനും അതുപോലെ തന്നെ പാരൻസിനും ഒരു ബിഗ് സല്യൂട്ട്.